ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയ സമസ്ത നേതാവ് ഹമീദ് ഫൈസിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി. ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്ന് സമസ്ത നേതാവ് ഹമീദ് ഫൈസി പറഞ്ഞതിനോട് എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഹമീദ് ഫൈസിയുടെ പ്രസ്താവനയെ പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക. അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പ്രസ്താവനകളെ കേരളം അവജ്ഞയോടെ നേരിടും എന്നാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ഹൈദരാലി തങ്ങളും ഉയർത്തിപ്പിടിച്ചത്. പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ പാർട്ടി മുന്നോട്ടു പോകൂ. അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണ്. ആര് പറഞ്ഞാലും ലീഗ് അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയാണ്. ക്ലീമിസ് ബാബയും സാദിഖ് അലി തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ലൊരു കാര്യമാണ്. സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം കേരളത്തിന്റെ പാരമ്പര്യമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചതിനെതിരെയായിരുന്നു സമസ്ത നേതാവ് ഹമീദ് ഫൈസി വിമർശനം ഉന്നയിച്ചത്. വിശ്വാസമല്ലാതെ ഇതര മതസ്ഥരുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് തെറ്റില്ല എന്നായിരുന്നു SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കാട്ടൂരും പറഞ്ഞത്. ഇതും ഹമീദ് ഫൈസി അമ്പലക്കടവിനെ ചൊടിപ്പിക്കുകയായിരുന്നു. വിശ്വാസമില്ലെങ്കിലും ഇതര മത ആചാരങ്ങൾക്ക് പങ്കെടുക്കരുത് എന്നായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാണിച്ചത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും ലീഗ് മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വാക്കുകൾ. അതേസമയം ഇക്കഴിഞ്ഞ ക്രിസ്മസിനാണ് സാദിഖ് അലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ച് കഴിച്ചത്. ഇതാണ് ഹമീദ് ഫൈസിയെ ചൊടിപ്പിച്ചത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമെന്നായിരുന്നു സംസ്ഥാന നേതാവിന്റെ വിമർശനവും. ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച തങ്ങളാകട്ടെ ക്രിസ്തീയ സമൂഹവുമായി എന്നും ഊഷ്മളമായ ബന്ധം നിലനിർത്തുമെന്നാണ് വ്യക്തമാക്കിയത്. ഇതിനെതിരെയാണ് ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമെന്ന് സമസ്ത നേതാവ് പറഞ്ഞത്. ഇതിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇക്കഴിഞ്ഞ 2023 ഡിസംബറിലും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ക്രിസ്മസിനെ രൂക്ഷമായാണ് വിമർശിച്ചത്. അന്ന് ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ്, പുൽക്കോട്, ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങി ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നുമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്. ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് മലയാളികളടക്കം മതം മറന്ന് ആഘോഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ക്രിസ്ത്യാനികൾ ഓണവും വിഷുവും ഒക്കെ നന്നായി ആഘോഷിക്കും. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് മാത്രമല്ല, മറ്റ് ക്ഷേത്ര ഘോഷയാത്രകൾക്ക് പോലും മറ്റ് മതക്കാർ പങ്കെടുക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹം തന്നെ ലോകപ്രസിദ്ധമായ മാഹിപ്പള്ളിയിൽ വരവേറ്റതും അവിടെ വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകിയതും ഒക്കെ തന്നെ വാർത്തയായത് ഒന്ന് തന്നെയാണ്. അതായത് ഇതിന്റെയൊക്കെ പൊരുൾ ഒന്നേ ഉള്ളൂ: വിശ്വസിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മളായിട്ട് തള്ളി പറയരുത് എന്നുള്ളത് തന്നെയാണ്. അതിനെ അംഗീകരിക്കണമെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെല്ലാം ഹറാമെന്നും നിരോധിക്കപ്പെട്ടതെന്നുമുള്ള ചിന്ത ഈ സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതു മാറ്റുമ്പോൾ മാത്രമേ നമ്മൾ മലയാളികൾ പോലും ഏത് മതത്തിലായാലും ഒറ്റ മനുഷ്യനാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.